ഇതിനകത്ത് നടന്നിരിക്കുന്നത് BJPയും ബക്കാഡീഷനും തമ്മിലുള്ള വമ്പൻ ഡീലാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം മനുഷ്യരാണ്. നമ്മൾ നടത്തുന്ന പല പ്രവചനങ്ങളും തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അമാനുഷികനായ ഒരു മനുഷ്യൻ പ്രവചിക്കുന്നത് തെറ്റാൻ സാധ്യതയില്ല. അതുപോലെ ഒരു പ്രവചനമാണ് VD സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് ഇലക്ഷന് മുമ്പ് നടത്തിയ കുറച്ച് പ്രവചനങ്ങൾ നമുക്ക് നോക്കാം. 101 സീറ്റിന് മുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞത്. 2 12 മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞത്. 3 7 ബൂത്തുകൾ എണ്ണുമ്പോൾ മുൻ മുഖ്യമന്ത്രി പുറകിലായിരിക്കുമെന്ന് പറഞ്ഞത്. 4 ഒരു മൊബൈൽ നമ്പർ പോസ്റ്റ് ഇട്ടുകൊണ്ട് അതിലെ 2 ഡിജിറ്റ് അവസാനം ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അതൊരു മാന്ത്രിക നമ്പറായി മാറുമെന്ന് പറഞ്ഞത്. ഇതെന്താണെന്നുള്ളത് കൃത്യമായി ഞാൻ പറയാം. ഇത്രയും സംഭവങ്ങൾ നടക്കുമെന്ന് അപ്പോൾ കൃത്യമായ ഒരു ഡീൽ ഉണ്ടായിരുന്നു. സതീശന്റെ ഒരു ഊക്കൻ ഒരു ഡീൽ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തതുപോലെ ഈ കഴിഞ്ഞ 5 വർഷവും കനകോലുവിനെ മുന്നിൽ നിർത്തി ഹൈക്കമാൻഡും VD സതീശനും ഉൾപ്പെടെ കളിച്ച കളി അതും ഒരു മാസ്മരിക കളിയാണ്. ലോക്സഭാ ഇലക്ഷൻ നടന്ന പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരുന്ന റൂമുകൾ തീപിടുത്തത്തിൽ നശിക്കുകയുണ്ടായി. തീ പിടിച്ചതാണോ പിടിപ്പിച്ചതാണോ? ഈ കഥയിലെ കഥാനായകൻ VD തന്നെയാണ്. കാരണം KCക്കും RCക്കും മുന്നിൽ വരെ ഹൈക്കമാൻഡ് നോ പറഞ്ഞു. VDക്ക് മുന്നിൽ നോ പറഞ്ഞില്ല. കാരണം എങ്ങനെ പറയും? പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിച്ച കളി മൊത്തം പബ്ലിക്കായിട്ട് VD സതീശൻ പുറത്തു പറയും എന്നുള്ള പേടി കൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം ഒഴിവാക്കി VD സതീശനിൽ തന്നെ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത്. പിന്നെ രഹസ്യ കൂടിക്കാഴ്ച അതൊരു മാനിപ്പുലേറ്റഡ് സ്റ്റോറിയാണ്. നിങ്ങളോ ആരെങ്കിലും ഒരാൾ രഹസ്യമായിട്ട് ഒരാളെ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നുണ്ടെങ്കിൽ ഭൂമിക്കും ആകാശത്തിനും കീഴിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല. മറിച്ച് ഇവിടെ സംഭവിച്ചത് എന്താണ്? അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്ത് പോയി BJP നേതാവിന്റെ വസതിയിൽ പോയി കാണുന്നതും സംസാരിക്കുന്നതും ഇരിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഉൾപ്പെടെ രഹസ്യമായി പിടിച്ച വീഡിയോസോ ഫോട്ടോസോ അല്ല. ഈ കേരളത്തിനകത്തുള്ള എല്ലാ മെയിൻ ചാനലുകളിലും അത് കിട്ടി. എന്തിനു വേണ്ടി കൊടുത്തു? നാളെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ VD സതീശനും BJP നേതാവും തമ്മിൽ നടത്തിയ അധോലോക ഡീലിന്റെ കഥയായിട്ട് അത് ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് കേരളത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചതെന്ന്. ഒരിക്കലുമല്ല. അവിടെ നടത്തിയ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EVM മിഷീനകത്തുള്ള ഡീലാണ്. ആ EVM മിഷീൻ നാളെ ചർച്ചയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റോറി ഇവർ ഉണ്ടാക്കിയത്. ഇനി ഇതിനകത്ത് കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു ടീമുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നയനാര് പറഞ്ഞതുപോലെ യൗമാരടുത്ത് അന്നും ഇന്നും പറയേണ്ടത് ഗുഡ് നൈറ്റ് ആണ്. യൗമാർക്ക് നേരം വെളുത്തിട്ടില്ല. എന്തുകൊണ്ട് VD സതീശൻ 100ന് മേളിലൊരു സീറ്റ് വേണമെന്ന് ഉറപ്പിച്ചു? നാളെ BJP എടുക്കുന്ന ഏത് തീരുമാനത്തെയും ഒന്നിച്ച് സമന്വയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ലീഗ് എതിർക്കും. ആ ലീഗ് എതിർത്ത് പിന്മാറി നിന്ന് കഴിഞ്ഞാൽ മന്ത്രിസഭ വീഴരുത്. ആ വീഴാതിരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അത്രയും ഭൂരിപക്ഷം വേണം. അപ്പോൾ എന്ത് സംഭവിക്കും? പല കാര്യങ്ങളിൽ നിന്നും ലീഗിന്റെ വിയോജിപ്പ് ലീഗ് അറിയിക്കും. അങ്ങനെ അറിയിച്ച് ഒരു ദിവസം ലീഗിന് മാറി നിൽക്കേണ്ടി വന്നാലും കോൺഗ്രസിന് ഒറ്റക്കക്ഷിയായിട്ട് ഭരണം നിലനിർത്താൻ കഴിയും. ലീഗ് അന്നേ നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ. ഇതിനകത്ത് നടന്നിരിക്കുന്നത് BJPയും ബക്കാഡീഷനും തമ്മിലുള്ള വമ്പൻ ഡീലാണ്.